ഹലോ അങ്ങനെ കളംകാവൽ കണ്ടു കേട്ടോ. എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടതില്ല സിനിമ. മേജർലി എനിക്ക് ആ നരേഷനാണ് ഇഷ്ടപ്പെടാഞ്ഞത്, സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും. ഇപ്പോൾ ഒറിജിനൽ സ്റ്റോറി എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, സൈനൈഡ് മോഹൻ്റെ ഡെപ്പിക്ഷനാണ്. പക്ഷേ നമുക്കിത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാനെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ? ജിതിൻ കെ ജോസ് ആണ് ഇത് എഴുതി സംവിധാനം ചെയ്തത്, കൂടാതെ വേറെ ആരോണ്ടും എഴുതിയിട്ടുണ്ട്. ജിതിൻ്റെ കുറിപ്പ് അങ്ങോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. പക്ഷേ അതിനകത്ത് മ്യൂസിക് വളരെ ഒരു വലിയ ഘടകമായിരുന്നു കേട്ടോ. ഇതിനകത്ത് മ്യൂസിക് അങ്ങോട്ട് ഗ്രിപ്പിംഗ് അല്ലായിരുന്നു. ചില സീൻസൊക്കെ നമുക്ക് അങ്ങോട്ട് എലിവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല. ഒരു അവാർഡ് പടം കണ്ടുകൊണ്ടാണ് എനിക്കൊരു ഫീൽ കിട്ടിയത് കേട്ടോ. ഇത് കംപ്ലീറ്റ് റിവ്യൂ അല്ല, ഇത് ഷോർട്ട് റിവ്യൂ ആണ്. കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത്. വിനായകൻ്റെ പെർഫോമൻസ്, വിനായകൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയ്യ, എനിക്കൊന്ന് വെള്ളമടിച്ച് ഒരു പരുവായിരിക്കുമാണ്. അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസും എനിക്ക് വലുതായിട്ടൊന്ന് കിടിലായിട്ടൊന്ന് പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. സേർട്ട് കറക്കുന്ന ആ ഒരു സീനും പിന്നെ ഒന്ന് രണ്ട് സീൻ അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ റോളിന് വേണ്ടിയിട്ട് ഇവോൾവ് ആയത് രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സീരിയസ്ലി പറയുവാണെങ്കിൽ ഞാൻ ഈ പടത്തിന് 5-1 റേറ്റ് ചെയ്യുന്നു. ഒരു വൺ ടൈം വാച്ച് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു OT